എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി വീഡിയോ ആണ്. ഈ ഒരു കറി തരി നാടൻ രീതിയിലാണ് തയ്യാറാക്കി കാണിച്ചു തരുന്നത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല മണവും ഗുണവും ഒക്കെയുള്ള ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഉദിപ്പിക്കുന്ന മണമാണ് നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നതും. പാചകം പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ ചിക്കൻ കറി വീഡിയോ കണ്ടു നോക്കിയാലോ. ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചിക്കന് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ചിക്കൻ നല്ല മയത്തിൽ ഒന്ന് കുഴച്ചെടുക്കുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ചിക്കൻ പീസുകൾ 1 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ചിക്കനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മൂടി മാറ്റി വെക്കാം. അതിനുശേഷം കറി തയ്യാറാക്കാനുള്ള മറ്റുള്ള ചേരുവകൾ കൂടെ നമുക്കൊന്ന് എടുത്തു വെക്കാം. കിലോ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 3 സവാളയും 100 ഗ്രാം കൊച്ചുള്ളിയും 4 പച്ചമുളകും ഒരു 15 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. വെളുത്തുള്ളി എടുക്കുന്നതിനേക്കാളും വളരെ അളവുകൾ കുറച്ച് വേണം ഇഞ്ചി കട്ട് ചെയ്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാ ചേരുവകളും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേര കൊത്താണ്. ഒരു 3 പീസ് നാളികേരം ഇതുപോലെ പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നാളികേരം ചേർക്കാം. അതിനുശേഷം നല്ല പോലെ നാളികേരം ഒന്ന് മുരിയിച്ചെടുക്കാം. നാളികേരം ഇപ്പോൾ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇവ രണ്ടും കൂടി കൂട്ടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി. നമ്മൾ തയ്യാറാക്കുന്ന ഏതൊരു കറിക്കും രുചി കൂട്ടുന്നതിനായിട്ട് സവാള നല്ല മെറൂൺ കളറിലേക്ക് ഒന്ന് മുരിയിച്ചെടുക്കണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. സവാള എളുപ്പത്തിൽ തന്നെ വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന ചേരുവകൾ ഇതുപോലൊന്നായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടെ എടുത്ത് 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന 1 കിലോ ചിക്കൻ കറിക്കുള്ള മസാലപ്പൊടികളാണ് നമ്മളിവിടെ എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിക്ക് പകരമായിട്ട് ചിക്കൻ മസാലപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സവാള മൂത്ത് വന്നപ്പോൾ ഞാൻ പൊടികൾ കൂടി ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ വഴറ്റിയെടുക്കുവാണ്. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം. അതുവരെയും നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് തന്നെ മുരിയിച്ചെടുക്കണം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് മസാലയെല്ലാം മുരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചിക്കൻ പീസുകളും കൂടി കൂട്ടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു മസാലകൾ മുഴുവനും തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരവും കൂടെ ചിക്കനും മസാലപ്പൊടിയുമായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. ഇനി ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചിക്കന് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ചിക്കനിലേക്ക് മസാല എല്ലാം പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്.
ഒന്നുകൂടെ അടി ചേർത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി തുറന്നിട്ട് ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കണം. ഇവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളും ചിക്കനും കൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മസാലപ്പൊടി ഒന്ന് തയ്യാറാക്കണം. മസാലപ്പൊടിക്കായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ഏലക്ക, 6 കറിയാമ്പൂ, 1 സ്പൂൺ അളവിലെ പെരിഞ്ചീരകം, 2 ചെറിയ കച്ചോലം, 3 കഷ്ണം കറുവപ്പട്ട. ഇത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെയ്തെടുത്ത മസാല ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചുകൂടെ വെക്കണം. ശേഷം നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർത്തും കറി തയ്യാറാക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കറി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. കറി ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി ഇതുപോലൊന്നായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയെല്ലാം നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ചേർക്കാം. ഈ ഒരു സമയത്ത് ഗരം മസാലപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറികൾക്ക് നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നതും കറികൾക്ക് നല്ല മണവും നല്ല സ്വാദും ഒക്കെ കിട്ടുന്നതും. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അധികം വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. 1 മിനിറ്റ് നേരവും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ കറി ഇപ്പോൾ 1 മിനിറ്റ് നേരം കൂടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കറി തയ്യാറായി കിട്ടേണ്ടതും. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അതും നല്ല അപാര മണമാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കറിക്ക്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇവിടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. നല്ല കൂട്ടുകാരെ, നല്ല മണവും ഗുണവും ഒക്കെയുള്ള അടിപൊളി ചിക്കൻ കറി പോലൊരു തനി നാടൻ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് ആർക്കും വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ കറി. ഒരു വീടുകളിലെ വീഡിയോ കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വലിയ ലൈക്കിൽ തരാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.